ഓക്കെ കേണൽ, ഇനി എന്തുകൊണ്ടായിരിക്കും ഈ വിനോദസഞ്ചാരികളെ തിരഞ്ഞെടുത്തത്? മാത്രമല്ല, താങ്കൾ നേരത്തെ പറഞ്ഞു ഒരു പരിശോധന നടത്തി എന്നാണ് പറയുന്നത്. ഇവരാരാണ്? ഈ വിനോദസഞ്ചാരികൾ ആരാണ്? ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന പരിശോധന നടത്തിയ ശേഷമാണ് അവർക്ക് നേരെ നിറയൊഴിച്ചത് എന്ന് പറയുന്നു. മാത്രമല്ല, ആൾമാറാട്ടം നടത്തിയാണ് ഇവർ വന്നത്. ഇപ്പോൾ ANI ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ആ പ്രദേശത്ത് ഉണ്ടായിരുന്ന ഇതുവഴി ഈ ഒരു വഴിയിലൂടെ കടന്ന് പോയവരുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്യന്തം ദയനീയമായിട്ടുള്ള കാഴ്ചയ്ക്കാണ് അവർ സാക്ഷ്യം വഹിച്ചത് എന്ന് പറയുന്നു. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ നവദമ്പതികളിൽ ആ ഭർത്താവിനെ കൊന്നു ഭാര്യയുടെ മുന്നിൽ വെച്ച്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ വിനോദസഞ്ചാരികൾക്ക് നേരെ നിറയൊഴിച്ചത്? എന്തായിരിക്കും അതുവഴി ഇവ ലക്ഷ്യമിടുന്നത്? എന്തായിരിക്കും? ശ്രീ അനിൽ, ഇതിനകത്ത് ഈ ടൂറിസ്റ്റുകളെ അവർ ലക്ഷ്യം വെച്ചതിനകത്ത് പല ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. അവരുടെ ആ ഉദ്ദേശങ്ങളെല്ലാം അവർ അച്ചീവ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്കിപ്പം പറയാം. കാരണം ഒന്ന് ഏറ്റവും ഫസ്റ്റ് സോഫ്റ്റ് ടാർഗറ്റ് ആണ്, ടൂറിസ്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് തോക്കോ അല്ലെങ്കിൽ അവർ ഇതൊന്നും ഇങ്ങനത്തെ അവർ നല്ലൊരു സമയം ചെലവഴിക്കാൻ വേണ്ടി വരുന്നു, എന്താ പറയുക, സ്വർഗം എന്നുള്ള നിലയിൽ അവിടെ വന്ന് ഒരു ചിന്തയും ഒന്നും ഇല്ലാത്ത ഒരു ടെൻഷനും ഇല്ലാത്ത ഒരു ആളുകളാണ്. അപ്പൊ അവരെന്ന് വളരെ സോഫ്റ്റ് ടാർഗറ്റ്സ് ആണ്. രണ്ടാമത്, ഇവരെല്ലാം ഭാരതത്തിന്റെ മറ്റു സംസ്ഥാനത്തിൽ നിന്ന് വരുന്നതാണ്. കശ്മീർ നമ്മുടെ സംസ്ഥാനമാണ്, പക്ഷെ ഭാരതത്തിന്റെ മറ്റു സംസ്ഥാനത്തിൽ നിന്ന് അവിടെ വരുന്നവരാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവരെ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ ഭാരതത്തിന്റെ മറ്റു സംസ്ഥാനങ്ങളിൽ, ഇപ്പൊ നേരത്തെ ശ്രീ അനിൽ പറഞ്ഞ പോലെ കേരളത്തിൽ നിന്നുണ്ടോ എന്ന് നമുക്കറിയില്ല, രാജസ്ഥാനിൽ നിന്നുണ്ട്, ഇപ്പൊ മധ്യപ്രദേശിൽ നിന്നുണ്ട്. അപ്പം അതായത് ഒരു സോഫ്റ്റ് ടാർഗറ്റ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ ടൂറിസ്റ്റ്. അവർ വളരെ ഒന്നും അവർക്ക് അവിടെ തോക്കോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള എന്തെങ്കിലും ഉള്ള ഒരു രീതിയിലല്ല അവർ നിൽക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സോഫ്റ്റ് ടാർഗറ്റ് ആണ്. രണ്ടാമത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാരതത്തിന്റെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഭാരതത്തിന്റെ പല സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്ക് മുറിവേൽപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് ആണ് ഈ ടെററിസ്റ്റുകൾ ഉദ്ദേശിച്ചത്. മൂന്നാമതായിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മതപരമായിട്ടുള്ള ഭാരതത്തിന്റെ ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർ മതത്തിനെ നോക്കി മതത്തിന്റെ ആളുകളാണ് ആരൊക്കെയാണെന്നുള്ള ഒരു വ്യത്യാസം വരുത്തി അവരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതുകൊണ്ട് ഈ നാലാമത്തെ കാരണം, അതായത് ടൂറിസ്റ്റുകൾ ധാരാളം കശ്മീരിൽ വരുന്നുണ്ട്. അപ്പം കശ്മീർ ഒരു സാധാരണ രീതിയിലേക്ക് മാറുകയാണ്. കശ്മീരിലെ ആളുകൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, കശ്മീരിലെ ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ബാലൻസ് ആയിട്ടുള്ള ടെററിസ്റ്റിന് പോലുള്ള സപ്പോർട്ടും ഏകദേശം തീർന്നു വരെയാണ്. അപ്പൊ ഈ ഒരു അറ്റാക്കിലൂടെ എന്ത് സംഭവിക്കും? ഇനി ടൂറിസ്റ്റുകൾ ഒന്ന് പോകാനുള്ള മടി കാണിക്കും. അപ്പം അത് വരുമ്പം അവിടുത്തെ ആളുകളെയും അവിടെ ഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. ഞാനിപ്പോ ഓൾറെഡി കശ്മീരിലെ ധാരാളം ആളുകൾ പുറത്തു വന്നിട്ട് ഇത് ഞങ്ങളെയാണ് അറ്റാക്ക് ചെയ്തത്, ഞങ്ങളെ കുടുംബത്തെയാണ് അറ്റാക്ക് ചെയ്തെന്നുള്ള രീതിയിലൊക്കെ ആളുകളോട് സംസാരിക്കും. കാരണം ശരിയാണ്, ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ ഒരു ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ കഴിക്കാനും അവരുടെ വീട്ടിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ പൈസ കിട്ടും. അത് നിന്ന് കഴിഞ്ഞാൽ അവരുടെ ജീവിത നിലവാരം പോകും. അപ്പൊ അത് തീർച്ചയായിട്ടും ഇതുകൊണ്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഈ ടൂറിസ്റ്റിനെ അറ്റാക്ക് ചെയ്തത്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറയുന്ന പോലെ ഈ ടൂറിസ്റ്റുകളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോകം മൊത്തം ശ്രദ്ധിക്കുന്ന ഒരു രീതിയിലേക്ക് മാറും. കാരണം ഒരു സൈനിക ക്യാമ്പിനെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിനെ അറ്റാക്ക് ചെയ്തതിനെക്കാട്ടി കൂടുതൽ ശ്രദ്ധ ആളുകളുടെ ഒരു ഒരു ദേഷ്യവും ആളുകളുടെ ഇതിന്റെ അഗേൻസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രതികരണവും ഒക്കെ വളരെ തീവ്രമായിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. കാരണം ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഒരു കാരണവശാലും അവരൊന്നും ഈ യുദ്ധത്തിന്റെ ഭാഗമോ അല്ലെങ്കിൽ ഈ ടെററിസ്റ്റിന്റെ ഭാഗമൊന്നും അല്ല. അപ്പൊ അവരെ അറ്റാക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു കൗണ്ടർ റിയാക്ഷൻ വരും എന്നുള്ളത് അറിയാം. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു അവരുടെ ആഗ്രഹം. കേണൽ, ഇനി എന്തായിരിക്കും അടുത്ത മൂവ്? എന്തായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹം താമസിയാതെ തന്നെ ശ്രീനഗറിൽ എത്തുന്നുണ്ട്. ഇവിടെ ഒരു അവലോകനം കഴിഞ്ഞ ശേഷമാണ് അങ്ങോട്ട് തിരിച്ചത്. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തോട് ഉടൻ തന്നെ അങ്ങോട്ടേക്ക് പോകാനും നിർദ്ദേശിച്ചു. അടുത്ത മൂവ് എന്തായിരിക്കും? എന്തായാലും ഇവരെ ഒന്നും വെറുതെ വിടില്ല എന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ശ്രീ അനിൽ, നമ്മുടെ മുന്നിൽ ഈ ഗവൺമെന്റിന്റെ മുൻകാല റെക്കോർഡാണ് ഇതിനെക്കുറിച്ച് നമുക്ക് അതിന്റെ ബേസിസിലാണ് നമ്മൾ വെറുതെ എന്താ പറഞ്ഞൊരു ഇങ്ങനെയൊക്കെ പ്രശ്നം വരുമ്പോൾ എന്തെങ്കിലും ഒരു വലിയൊരു പ്രസ്ഥാനം നടക്കുന്നതല്ല. ഈ ഗവൺമെന്റിന്റെ മുൻകാല ചരിത്രം അല്ലെങ്കിൽ മുൻകാല റെക്കോർഡ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പുൽവാമ ആയാലും ശരി, അതിനു മുമ്പ് നടന്നിട്ടുള്ള ഉറി ആയാലും ശരി, അതിനൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി, കറക്റ്റ് ആയിട്ടുള്ള തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. അത് കിട്ടിയവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അത് കാരണം അവർ കുറെ നാൾ മിണ്ടാതെ ഇരുന്നിട്ടുമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അവസരത്തിൽ എന്നെ സംബന്ധിച്ചോളം എനിക്ക്, അതായത് ഹോം മിനിസ്റ്റർ അമിത്ഷാ
അവിടെ ചെല്ലുന്നു എന്നതിന്റെ അർത്ഥം എത്രമാത്രം ഗൗരവത്തിലാണ് ഈ ഒരു വിഷയത്തിൽ ഗവൺമെന്റ് കാണുന്നതെന്നാണ്. പക്ഷേ അതിന്റെ ഒരു കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട, ഈ ഒരു അറ്റാക്ക് അതിന്റെ ആരാണ് നടത്തിയത്, എങ്ങനെയാണ് നടത്തിയത്, ആരൊക്കെയാണ് ഇതിനകത്ത് ഇൻവോൾവ് എന്നുള്ളത് അതിനകത്ത് ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അത് കിട്ടും. അത് ചിലപ്പോൾ ഓൾറെഡി കിട്ടിക്കാണും, അല്ലെങ്കിൽ അത് കിട്ടാൻ വലിയ താമസമൊന്നും വേണ്ട. അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ചെയ്തവരെന്തായാലും ന്യൂട്രലൈസ് ആവും, അല്ലെങ്കിൽ അവരെ തീർക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. പക്ഷെ ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ച ഒരാളുകൾ, അത് പാകിസ്ഥാനിലൊക്കെ ഇരുന്ന് ISIലും അവിടെയൊക്കെ ഇരുന്നത്, അവർക്കും കിട്ടും. അത് യാതൊരു സംശയം വേണ്ട. അത് ഞാൻ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യത്തിൽ യാതൊരു സംശയമില്ല, ഇത് ചെയ്ത ആളുകൾക്ക് അവർക്ക് അർഹതപ്പെട്ട ആ ഒരു മറുപടി, ആ ഒരു പണിഷ്മെന്റ്, അത് തന്നെയാണ് എനിക്ക് വേർഡ്, ആ പണിഷ്മെന്റ് കിട്ടും എന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം ഇത് പുതിയ ഇന്ത്യയാണ്, നരേന്ദ്രമോദി ഭരിക്കുന്ന ഒരു രാജ്യമാണ്, ഇവിടെ ദേശസ്നേഹികൾ ഉള്ള രാജ്യമാണ്. ഒരാൾക്കും ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റാത്ത ഒരു കാലം തന്നെയാണ് ഇന്ന് ഭാരതത്തിൽ. അതുകൊണ്ട് ഇതിനകത്ത് തിരിച്ചടി കിട്ടും എന്നുള്ളത് യാതൊരു സംശയം വേണം.